വീണ്ടും റോഷിപാൽ. ആ കണക്കുകൾ എങ്ങനെയാണ്? TP കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം പരോൾ കിട്ടിയിരിക്കുന്നു അനധികൃതമായി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ കൊടിസുനിയുടെ കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് ഉത്തരവുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അയാൾക്കിപ്പോൾ പരോൾ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അത് എന്താണ് അതിൽ സംഭവിച്ചത് എന്ന ചോദ്യം ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഉത്തരവായി വ്യാഖ്യാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊലയാളി സംഘത്തെ ടി പി വധക്കേസിലെ പ്രതികളായ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനമടക്കം നേരത്തെ വിവാദമായത്. അത് സംബന്ധിച്ച് വലിയ നടപടി ജയിൽ ജീവനക്കാർക്കെതിരെ ഒടുവിൽ എടുക്കുകയും ചെയ്താണ്. ആ വിവാദമായതിന് പിന്നാലെ അതിനിടയിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. TP വധക്കേസ് പ്രതികൾ എന്ന് മാത്രമല്ല, ഇവർ കൊലയാളി സംഘങ്ങളാണ്. ആ കൊലയാളി സംഘങ്ങൾക്കാണ് ഇങ്ങനെ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഇത്രയേറെ ദിവസം അവർക്ക് പരോൾ ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ KC രാമചന്ദ്രൻ അടക്കം. KC രാമചന്ദ്രന് ഏതാണ്ട് 1081 ദിവസമാണ് പരോൾ ലഭിച്ചത്. ട്രൗസർ മനോജിന് 1068 ദിവസം, അണ്ണൻ സുജിത്തിന് 1078 ദിവസം പരോൾ ലഭിക്കുന്നു. EK രജീഷിന് 940 ദിവസവും, മുഹമ്മദ് ഷാഫിക്ക് 656 ദിവസവും, ഷിനോജന് 925 ദിവസവും, റഫീഖിന് 782 ദിവസവും, കിർമാണി മനോജിന് 851 ദിവസവും, MC അനൂപിന് 900 ദിവസവുമാണ് പരോൾ ലഭിച്ചത്. ഇതിൽ കൊലയാളി സംഘത്തിലെ പ്രധാനിയായ കൊടിസുനിക്ക് മാത്രമാണ് പരോൾ കുറഞ്ഞ ദിവസം ലഭിച്ചത്, 60 ദിവസം. മറ്റ് എല്ലാ പ്രധാന പ്രതികൾക്കും 500-ലേറെ ദിവസം അല്ലെങ്കിൽ 1000-ലേറെ ദിവസം പരോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. 20 വർഷമാണ് ഇവർക്ക് തടവ് വിധിച്ചിരിക്കുന്നത്. ആ 20 വർഷം തടവ് ലഭിച്ച പ്രതികൾക്കാണ് ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ പരോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്, പ്രതിപക്ഷം വിമർശനമായി ഉയർത്തിയതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം പലവട്ടമായി ഉയർത്തിയത്. ആരോപണങ്ങൾക്കിടയിലാണ് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ കഴിഞ്ഞ സമ്മേളനത്തിലാണ്, 12ാം സഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതിനാണ് ഇപ്പോൾ നക്ഷത്ര ചിഹ്നമിടാത്ത ആ ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയിരിക്കുക. ആ മറുപടിയിലാണ് ഓരോ പ്രതികളും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് ഭൂരിഭാഗം പരോൾ KC രാമചന്ദ്രൻ പരോൾ ലഭിച്ചത്. അങ്ങനെ ഓരോരുത്തർക്കും നിസ്സാരമായ കാരണം ചൂണ്ടിക്കാണിച്ച് അവർ നൽകിയ പരോൾ അപേക്ഷ ജയിൽ വകുപ്പ് അംഗീകരിച്ച് ഈ പ്രതികളെ പുറത്തിറങ്ങാനുള്ള അവസരം നൽകിയെന്നാണ് ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിലൂടെ വ്യക്തമാകുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിനകത്ത് മൊബൈൽ ഉപയോഗിച്ചതടക്കം വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അങ്ങനെ തുടങ്ങിയ ഓരോ ഘട്ടത്തിലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ ആനുകൂല്യം ലഭിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ജയിലിനകത്ത് നിരന്തരം സംഘർഷമുണ്ടാക്കിയിരുന്നു പ്രതികൾ. ജയിലിനകത്ത് നിന്ന് പോലും സ്വർണ്ണക്കടത്തിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്തു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് കൊടിസുനി. അങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ജയിലിനകത്ത് പോലും നേതൃത്വം നൽകുന്നുവെന്ന് കണ്ടെത്തപ്പെട്ട കൊലയാളി സംഘങ്ങൾക്കാണ് ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ പരോൾ നൽകിയത്. അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് നിർണായകമായിരിക്കും. തുടക്കം മുതൽ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് LDF സർക്കാർ ഇളവുകൾ നൽകുന്നു, സംരക്ഷണം നൽകുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.